പുളിയില ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് മത്തിയാണ്. ഇത് ചെറിയ 6 മത്തിയുണ്ട്. അതിൻ്റെ നടുവിലുള്ള മുള്ള് കളഞ്ഞതാണിത്. അതുപോലെ തേങ്ങ, ചെറിയ അരമുറി തേങ്ങയാണ് എടുത്തേക്കുന്നത്. വെളുത്തുള്ളി ഇത്ര എടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി ഇത്ര എടുത്തിട്ടുണ്ട്. പിന്നെ കാന്താരി മുളക്, നമ്മുടെ എരിവിന് ആവശ്യത്തിന്. ഇഞ്ചി ഇതുപോലെ 3 പീസ് എടുത്തിട്ടുണ്ട്. ഒരു പിടി പുളിയില. പുളിയില എന്ന് പറഞ്ഞാൽ മാളം പുളിയുടെ കുരുന്നിലയാണിത്. ആവശ്യത്തിന് ഉപ്പ്. ഇത്രയുമാണ് നമുക്ക് ചമ്മന്തിക്ക് വേണ്ടത്. ഇത് നമുക്ക് എല്ലാം കൂടി ഒന്ന് ഫൈനായിട്ട് അരച്ചെടുക്കണം. അത് അരച്ചതിന് ശേഷം ചെറുതായി ഒന്ന് ഈ മീനിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കണം. നമുക്ക് അരയ്ക്കാം. നമ്മളിവിടെ എല്ലാം അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം കുറച്ച് കറിവേപ്പിലയും കൂടെയും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഇടാം. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. നന്നായി ഇളക്കണം. നമുക്ക് ഫ്രൈ പാൻ അടുപ്പത്ത് വയ്ക്കാം. നമ്മളിപ്പോൾ ഇത് ഫ്രൈ പാനിലാണ് ഉണ്ടാക്കുന്നത്. ഫ്രൈ പാനിൽ 2 വാഴയില നല്ല കട്ടിയിലിരിക്കാൻ വേണ്ടിയിട്ടാണ് 2 വാഴയില വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കൊഴുവയാണെങ്കിൽ നമുക്ക് ചെറുതായിട്ട് മുറിച്ചിട്ടാൽ മാത്രം മതി. ആദ്യം നമുക്കിതൊന്ന് മൂടി വേവിക്കാം. അതിനുശേഷം തുറന്ന് വെച്ച് വെള്ളം വറ്റിച്ചെടുക്കാം. ഫ്ലെയിം കുറച്ചിട്ട് വേണം വേവിക്കാൻ. അപ്പോൾ നമുക്ക് ഏകദേശം ഇപ്പോൾ അരമണിക്കൂറായി. 15 മിനിറ്റ് ആയപ്പോൾ അത് മറിച്ചിട്ടായിരുന്നു. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കൂടെ ആയി. നമുക്ക് വെന്തോന്ന് നോക്കാം. വെന്തിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്കിവിടെ സ്വാദിഷ്ടമായ പുളിയില ചമ്മന്തി റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്കിത് കൂടുതൽ ഡ്രൈ ആവണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഫ്രൈ പാനിൽ വെച്ച് ഒന്ന് പറ്റിച്ചെടുത്താൽ മാത്രം മതി. ഇത്രയേ ഉള്ളൂ. നമ്മുടെ പുളിയില ചമ്മന്തി റെഡി. താങ്ക് യു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി അമർത്തിയാൽ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും.